നോക്കിയേ നല്ല പരിപാടിയിലാണ്. ഉണ്ണിയപ്പാണ് കേട്ടോ കയ്യിലേ. ഉണ്ണിയപ്പം ചുട്ടിതാ തീരാറായി തുടങ്ങി. വലിയൊരു പരിപാടിയൊന്നുമില്ല, എന്നാലും നമുക്കിത് കഴിക്കാതെക്കാൻ പറ്റൂല. അതന്നെ പറഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ കാര്യം എന്താ വെച്ചാ നമ്മളെ അച്ഛന്റെ 23ാം ആണ്ടാണ് ഇന്ന്. ഇന്നലെ നമ്മൾ ഒരിക്കലും ഉണ്ടായിരുന്നു സന്തോഷേട്ടന്. അങ്ങനെ ഇന്ന് ഞങ്ങള് അടുത്തുള്ള അമ്പലത്തിൽ പൈങ്കുളങ്ങര അമ്പലത്തിൽ പോയിട്ട് ബലിയിട്ടു. അപ്പോൾ അങ്ങനെ പോയി രാവിലെ വന്ന് വൈകുന്നേരം നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും ഭക്ഷണം ഉണ്ടാക്കണൊക്കെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ചിക്കൻ കറിയാണ് ഇന്ന് നമ്മളെ മെയിൻ പരിപാടി. എന്താ സന്ധ്യച്ചിയാണ് ചൂടുന്നത്, സിന്ധ്യച്ചിയാണ് മാവ് കൂട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ചോദിക്കലുണ്ട്, എങ്ങനെയെങ്കിലും ഉണ്ടാക്കലെന്ന്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് വെച്ചാൽ പെട്ടെന്ന് കൂട്ടി വെച്ച കാരണം അത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ദിവസം കാണിക്കാട്ടോ. പിന്നെ ഇന്നത്തെ ചോറ് എന്ന് പറയുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ. കണ്ട ഈ തേങ്ങാച്ചോറ് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, കാരണം കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നേർച്ചയ്ക്കൊക്കെ ഉണ്ടാക്കലില്ലേ, അങ്ങനത്തെ ചോറാട്ടോ അത്. അപ്പോൾ ഈ ചോറ് എന്ന് പറഞ്ഞാൽ ഉലുവ, അതേപോലെ ചെറിയ ഉള്ളി, ചെറിയ ജീരകം, നാളികേരം, പിന്നെ കുറുവ അരി വെച്ചിട്ട് ഉണ്ടാക്കി. എല്ലാം കൊട്ടിപ്പോകും വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വേവ് പാകമായിട്ടില്ല, കുറച്ച് നേരം കൂടി അങ്ങനെ അടച്ച് കിടക്കണം. എന്നാൽ നമുക്ക് കുറച്ച് നേരം കൂടി കിടന്ന് റെഡിയാവും. പിന്നെ ചിക്കൻ വരട്ടി വെച്ചാട്ടോ, അത് സന്ധ്യച്ചിൻ്റെ. ഞാൻ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയും കൂട്ടി തിരുമ്മി, പിന്നെ കുരുമുളക് പൊടിയും ഇട്ടു. അങ്ങനെ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറവിടും ചെയ്തു. അതിന് നാടൻ തൊട്ട് പിന്നെ കറിയായിട്ട് വെച്ചത് സാധാ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല ഇട്ടൊരു കറി ഉണ്ടാക്കിയതാണ്. പിന്നെ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഘോഷമാണോ എന്നും ചിന്തിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെ അച്ഛൻ്റെ ആണ്ട് ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഒരു ആണ്ട് പോലും ഞങ്ങൾ ബലിയിടാതെ നിന്നിട്ടില്ല, ഒക്കെ അതേ ലെവലിലേക്ക് കറക്റ്റ് ചെയ്ത് പോണതാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടച്ഛന്മാരില്ലാത്തതിൻ്റെ വലിയൊരു സങ്കടം ഉണ്ട് മനസ്സിൽ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയുന്നതാണ്, ഏതെങ്കിലും ഒരച്ഛണ്ടെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. നമ്മുടെ വിഷമങ്ങൾ പറയാൻ കേൾക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊന്ന് വരാനും പോകാനും പോലും അവിടെ ഇല്ല, ഇവിടെ ഇല്ല. രണ്ടാളും സെയിം സമയത്ത് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേരത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു സമാധാനം ഉള്ളത്. അങ്ങനെയല്ലേ നമുക്കിപ്പോൾ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിമാരും വന്നു. വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, കാരണം അമ്മേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, ആർക്കും ഇങ്ങോട്ട് വരാനൊന്നും പറ്റൂല. ഈ കീമോ ചെയ്ത ശേഷം ഇങ്ങോട്ട് പുറത്തുനിന്ന് ഒരാൾ വരാനൊന്നും പറ്റാത്ത കാരണം ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. മറ്റത് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വിളിക്കലുണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് വിളിക്കാത്തൊക്കെ കേട്ടോ. ഞങ്ങൾ മാത്രം കൂടിയിട്ട് ഇങ്ങനെ പരിപാടി നടത്തിയതാണ്. അത് വിറകിന്റെ ക്ഷാമുണ്ടേ. അപ്പൊ ഈ വിറക് കത്തണല്ലോ, ഈ ചട്ടി ചൂടായി അപ്പം നന്നാവണമെന്ന് വിറക് കത്തണ്ടേ. പിന്നെ ഈ ഗ്യാസും ഇത്രയും നേരം ചട്ടി വെച്ച ഗ്യാസ് പെട്ടെന്ന് തീരും. 45 ദിവസം പിന്നെ ചോറും ചിക്കനും ചിക്കൻ വറ്റിച്ചതും ഒക്കെ ആ ഗ്യാസുമ്മലാണ് കഴിഞ്ഞു തുടങ്ങി. അതിനെപ്പ തുടങ്ങിയതാ പണി. ഉച്ചക്ക് ചോറ് റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല, റെസ്റ്റ് എടുക്കാതെ ഇറങ്ങിയതാ. ജിഷ്ണു അയ്യോ നല്ല പേര് പറഞ്ഞിരുന്നു. അമ്മയെ ഒരു അടിപൊളിയായിട്ടുണ്ടല്ലോ, മുടിയെ കെട്ടി സുന്ദരന. അപ്പൊ അമ്മേനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മ വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ ഓക്കെയാണ്. ചെറുതായിട്ടൊക്കെ പെരുന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റൂമിലുണ്ട്, കിടക്കുകയാണ്. ചായയൊക്കെ എല്ലാവരും ഒക്കെ പോയിരുന്ന് കുടിച്ച് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മേനെ കാണിച്ചു തരാം. അപ്പൊ ഇന്നായിട്ട് ചെറുതായിട്ട് ഇനിയിപ്പോ എന്താ പറയാ, ഓക്കെ ആയി വരുമ്പോഴേക്കിന് 7-ാം തീയതി വീണ്ടും കീമോക്ക് പോവാനായി. അപ്പൊ വീണ്ടും കീമോ ചെയ്യും. പിന്നെ വരുന്ന കീമോ നമ്മളെ ഓണത്തിനാണ് കേട്ടോ. 4 ഓണത്തിൻ്റെ അതാണ് പിന്നത്തെ ഞങ്ങൾ എണ്ണി എടുത്തപ്പോൾ വരുന്നത്. അപ്പൊ ഓണം തിരുവോണത്തിനല്ല, കഴിഞ്ഞിട്ടാണ് അതായത്. പക്ഷെ നമ്മള് എന്താ പറയാ, ഓണത്തിനാണ് ഫസ്റ്റ് രോഗം നമുക്ക് വന്നത്, പിടിപെട്ടത്. അപ്പൊ ഓണത്തിന് തന്നെ കീമോ വരുന്നതും. ഇത് തുടങ്ങിയപ്പോ എന്താണ് അറിഞ്ഞു എന്നറിയോ, ഉത്രാത്തിന്റെ അന്നാണ് ബയോപ്സിക്ക് കൊടുത്തത്, റിസൾട്ട് വന്നത്. പിന്നെ 3-ാം ഓണത്തിനാണ് നമ്മൾ RCCക്ക് 3-ാം ഓണത്തിന് രാത്രി. അതാണ് ഒക്കെ ഓണത്തിരക്കിലെല്ലാം എല്ലാരും പറയും അമ്മേന്റെ മുന്നിൽ പറയരുത്. അതിന് അമ്മയ്ക്ക് അമ്മേനെ പറയാനാ പറയണേ. അമ്മേനെ വീഡിയോ എടുക്കാൻ അമ്മേനെ പറയാ.
പിന്നെ അമ്മേന്റെ അസുഖം അമ്മയ്ക്ക് തന്നെ അറിയാം. പിന്നെ പണ്ടത്തെ പോലെ നല്ല ഡോക്ടേഴ്സൊക്കെ ഡോക്ടർമാരൊക്കെ കാര്യങ്ങള് രോഗികളോട് പറയും, അമ്മയോട് പറയും. പിന്നെ അറിയാന്നിട്ട് പിന്നെ ഞങ്ങൾ ഒളിപ്പിച്ച കാര്യം അമ്മയ്ക്ക് മുന്നേ അറിഞ്ഞു. നമ്മള് ഉള്ളത് കാര്യം തുറന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചുള്ള നമ്മളെ കൂട്ടത്തിൽ നടന്നിട്ട് നമ്മള് സന്തോഷം കൊടുക്കണം. അല്ലാതെ മുണ്ടാതെ നമ്മൾ അവിടെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അമ്മ എന്റെ വയറുവേദനയാണ് പറഞ്ഞിട്ട് ഇടമൂത്രത്തെ പഴുപ്പാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അമ്മന്റെ ആദ്യം ഇതേപോലെ എനിക്ക് വേദനയുണ്ടായത്. അമ്മയ്ക്ക് ഉറപ്പാണ് ഇത് അതന്നെയാണ് അമ്മയ്ക്ക് അമ്മ അന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് പറഞ്ഞതൊന്നും ആവൂലെന്ന് പറഞ്ഞു. പക്ഷെ അമ്മന്റെ അതന്നെയാണ്. അതാണ്. പിന്നെ ഈ ഓരോ ലക്ഷണങ്ങള് ഇന്നും നിലയിലല്ലോ എത്ര ആൾക്ക് കാണുന്നുണ്ട്. അമ്മേനെ പോയിട്ട് അമ്മേന്റെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോ അമ്മക്ക് പിന്നെ അതന്നെ ഉറപ്പിച്ചൂടെ? അമ്മയ്ക്ക് അതേപോലെ വന്നപ്പോ അത് സംശയിക്കാനൊന്നുമില്ല, അതന്നെ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത ഒളിയും പറയുന്നില്ല, എല്ലാം ഇതാണ്. അപ്പൊ അതുകൊണ്ട് സങ്കടമല്ല, മറിച്ച് വെച്ചാലാണ് ഈ സങ്കടം വരിക. പിന്നെ മറിച്ച് ഞാനാണ്. ഞാൻ ആദ്യമായിട്ട് എന്താണ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനെ കമലാക്ഷിന്റെ കൂടെ ഉള്ള ആരെ ഒന്ന് വരുമോ ചോദിച്ചപ്പോ വന്നപ്പോ ആലോചിച്ചു മോളാണ് വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര ചോദിച്ചിട്ട് എന്നോട് പറയണില്ല. എന്താ ഡോക്ടർ പേര്? മെഹർബാനല്ല, നിംസത്തല്ലേ ജാഫർ ഡോക്ടറോടെ അനു കെ ബാലൻ സ്കാൻ ചെയ്ത അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, മുഖം കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല. സന്തോഷം പുറത്തൊന്നും നിൽക്കല, അമ്മയും പുറത്തേക്കുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ക്യാൻസർ ആണോ ചോദിച്ചു. ഓല് പറഞ്ഞു ആ ക്യാൻസർ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സന്തോഷിനോട് പറഞ്ഞില്ല. ഒന്നോട് ചോദിച്ചിരുന്നു ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചപ്പോ ഞാൻ സന്തോഷിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മേനോട് പറഞ്ഞിട്ടില്ല. ചേച്ചി വിളിച്ചു, ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് തമ്മിൽ താമസം പറയണത് അമ്മയ്ക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. എനിക്ക് അന്ന് തന്നെ സ്കാൻ ചെയ്തപ്പോ തന്നെ ഒരാൾ വിളിച്ചപ്പോ പിന്നെ അമ്മയ്ക്ക് പ്രശ്നമില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ആരോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ മനസ്സിൽ മാത്രം കൊണ്ട് എല്ലാരും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടില്ല. പിന്നെ ഇത് സത്യം, ഇത് ശരിക്കും ബയോപ്സിക്ക് അയച്ചാൽ അതാണ് പറഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞേന്നു ഞാൻ ഒറ്റയ്ക്ക് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞു. എന്നാലും അമ്മക്ക് നമ്മളാലോചിച്ചിട്ടാ പേടി, അമ്മേനെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് പേടിയില്ല. ശരിയോ അല്ലേ? അതൊക്കെ എന്താ ഇതൊക്കെ എന്താ സത്യത്തില് ചിക്കൻ കണ്ടിട്ട് കാഴ്ചക്ക് എരില്ലാത്ത പോലെ. അത് കുരുമുളകിന്റെ എരുണ്ടാവേ, അത് കുരുമുളക് ഇട്ടതാണ് കേട്ടോ. എരുവിന് കുരുമുളക് അതിൽ ചേർത്തിട്ടില്ല. കണ്ടിട്ട് എരില്ല തോന്നുന്നു. അത് പിന്നെ സാധാ നമ്മള് മുളക് വറുത്തിട്ടതുമാണ്. അപ്പൊ അതില് മാറ്റി പിടിച്ചോളൂ നെയ്യപ്പായി കൂടെ. സന്ധിച്ച് നെയ്യപ്പ പറഞ്ഞേ അല്ലേ? മാലൂന് ഇതെന്താ നെയ്യപ്പ ആകുമ്പോ ഒരു ചട്ടിയിൽ ഒരെണ്ണേ പോവുള്ളൂ. അപ്പൊ കൊറേ സമയം എടുക്കും. ഉണ്ണിയപ്പാകുമ്പോ ബാക്കി ആ ചട്ടി കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ അപ്പും അതിനൊക്കെ വന്ന് ചുട്ടുണ്ട്. പെണ്ണുമൊക്കെ ഓരോ ട്രിപ്പ് പോലൊക്കെ 2 ട്രിപ്പൊക്കെ വന്ന് ചുട്ടത്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് എല്ലാരും ഇഷ്ടങ്ങളും നടക്കുക. ഇഷ്ടം പോലെ കാട്ടാനും എല്ലാം പറ്റുക. അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തിന്നു കൊടുക്കും. അപ്പൊക്കെ ചുട്ടു കുഴങ്ങിയിരിക്കുകയാണ്. അപ്പൊ ചിക്കനും എപ്പോഴാണ് എന്ന് ഉച്ചക്ക് ചോറിണ്ടിട്ട് ഇരുന്നിട്ടില്ല. അപ്പൊ തന്നെ അടുക്കളേക്ക് കയറിയതാണ്. അതുകൊണ്ട് ഇപ്പൊ 6 മണിയാകുമ്പോൾ എന്നാലും എല്ലാ പണി ഒരുങ്ങിട്ടാ. നമുക്ക് വിളക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നേണ്ട ആ സമയത്തേക്ക് ആയില്ലേ. ഇനി കുറച്ച് ചെറിയ പണിയാണ്. ഈ വിളക്കും കിണ്ടിയൊക്കെ കഴുകി വെക്കണം. ഇതൊക്കെ അമ്മേന്റെ പണിയാണ് കേട്ടോ. വാഴയില മുറിച്ചേക്കുക, പൂവ് റെഡിയാക്കുക, വിളക്ക് കിണ്ടി കഴുകുക, ഇങ്ങനെ ഉള്ള ഭക്തിപരമായ കാര്യങ്ങളൊക്കെ ആ സമയത്ത് റെഡിയാക്കണ ആളെ അമ്മേന്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തതാണ് കേട്ടോ. ഇപ്പൊ ചെയ്യാൻ പൂതിയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞപ്പോ ഓർത്താലേ അത് പറയാം. അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കഴുകാൻ പോവാണ്. സിന്ധിച്ച് നാളെ പോവുകയാണ് അറിയുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വന്നിട്ട് ഇവിടെ ഉണ്ടേന്നു കേട്ടോ. ഇന്നലെയാണ് പോയത്, പണിക്ക് പോകാൻ വേണ്ടിട്ട്. ഇന്നലെ ഇവിടുന്ന് പോയതാണ്. അപ്പൂസ് നല്ല വർത്താനാണ്. ഇവരൊക്കെ ഉണ്ടാകുമ്പോ ഒരു പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉണ്ടാക്കണ്ടല്ല. ഒറ്റയ്ക്ക് ഓനെ പറഞ്ഞ കാര്യല്ലേ, ഓൻ ഒറ്റയ്ക്ക് ആകുമ്പോ ഓന് മുണ്ടാട്ടില്ലാതെ വീണ് ഓനെണ്ണ ചിരിക്കണേ. ഒരാളെന്നല്ലേ തോന്നൂല്ലോ.
2 ദിവസം കഴിഞ്ഞപ്പോ 2 ദിവസം അപ്പൊ ഇതിനോട് വരും അപ്പൊ ഈ മോനെ നോക്കാനായില്ലേ ഇവരുള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് ഇല്ലാതെ നമ്മളാണ് പറ്റാത്തതേ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഒരു എന്താ പറയാ വീട്ടിലിങ്ങനെ ആളാകുമ്പോ ഒരു സന്തോഷാണ്. പോയി കഴിയുമ്പോഴാണ് അപ്പൊ വരുമ്പോ തന്നെ ചോദിക്കാം, 2 മാസമായിട്ട് എല്ലാരും ഉണ്ട്. വരുമ്പോ തന്നെ അതാ ചോദിക്കാം, ഞങ്ങളൊന്നും പോകൂലല്ലോ എന്നാ പോവാന്നാ ചോദിക്കാം. ഉണ്ട് എന്താ ഒന്നും പറയല്ല. ഇങ്ങനെയുള്ള പണിയുണ്ട്, എന്നാലും അടുക്കളയൊക്കെ നോക്കുമായിരിക്കും. മേൽ കഴുകാനാണ് ഞങ്ങൾക്ക് ഒരു സമയമാകാത്ത, അതിന് ഭയങ്കര മടിയാണ്. വിളക്കേക്കേണ്ട സമയത്ത് അമ്മ ഇങ്ങനെ പറയണ എല്ലാവരോടും മേലേക്കില്ലേ വിളക്കേക്കില്ലേ ചോദിക്കണം. അതുവരെയുള്ളതെല്ലാം പഠിച്ചു. വല്ലാതെ അതൊന്നുമില്ലല്ലേ, അത് ഇനി പൊടിച്ചിട്ട് കഴുകാം. അപ്പൊ എന്നാല് ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളതെന്നോ മതി, കുറച്ച് സമയം അല്ലേ. നാളെ കാണാം. ഇനി നാളെ കാണാം. അമ്മയും കൈ നടന്നിട്ടില്ല.